പ്രശ്നം വെച്ച് നോക്കേണ്ട യാതൊരു കാര്യമില്ല. സംഗതി എന്താണെന്ന് പിടികിട്ടി. എന്താണാവോ? ഇവനാ പ്രശ്നം. ഇരിക്കുന്നിടം മുടിയും. നല്ല പോലെ തോറ്റിട്ട് ജയിച്ചു എന്നുള്ള കാര്യമുണ്ടോ? ഇല്ല, തോറ്റു. ചിലരുടെയൊക്കെ അമിതാത്മവിശ്വാസം ബാക്കിയെല്ലാവരുടെയും സന്തോഷം നശിപ്പിച്ചു. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ ചിലരൊക്കെ സ്വന്തം നിലയിൽ പ്രവർത്തിച്ചത് നമുക്ക് വിനയം. വിചാരിക്കുക ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാനില്ലാതെ പിന്നെ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും വിചാരിക്കും. തനിക്കൊരു വിചാരമുണ്ട്, താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ലുമല്ല. ഞാനല്ല പാർട്ടി എന്ന് എല്ലാവർക്കും ബോധ്യം പോകണം. സത്യമായി പറയുന്നവനായി രാജാക്കന്ന്. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. നിന്റെ ഈ കോംപ്ലക്സ് മരിച്ചാലും മാറില്ലടാ. 2ാം തവണ കൂടി ഭരണത്തിലേക്ക് വന്നപ്പോ ചില പ്രവണതകളെല്ലാം അവിടെ ഇവിടെയായിട്ട് മുള പൊട്ടുന്നുണ്ട്. ഇയാളെന്താ ഒരുമാതിരി മുള്ള വെച്ച പോലെ വർത്താനം പറയുന്നത്? ഒരു കാര്യം ഞാൻ പറയട്ടെ. പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. 62 ലക്ഷം ആളുകൾക്ക് കൊടുക്കേണ്ടുന്ന കുടിശ്ശിക പെൻഷൻ നമുക്ക് കൊടുത്തു തീർക്കാനായിട്ടില്ല. മറ്റ് വിവിധ മേഖലയിലുള്ള ആളുകൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പൂർണ്ണമായിട്ടായിട്ടില്ല. അധ്യാപകർക്കുള്ള ജീവനക്കാർക്കുള്ള DA പൂർണ്ണമായി കൊടുത്തില്ല. ഓരോരോ ഗഡുവൊക്കെ കൊടുക്കുക. പെൻഷൻകാർക്കുള്ള ഗഡു കൊടുത്തിട്ടില്ല പൂർണ്ണമായിട്ട്. എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് എന്നെ തിരുത്താൻ വരരുതെന്ന് മനസ്സിലായോ? അതെല്ലാം പൂർണ്ണമായിട്ട് തൂത്തെറിഞ്ഞുകൊണ്ട് മാത്രമേ ശുദ്ധമായ ഒരു പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാനാവുള്ളൂ. നല്ല തിരുത്തലുകൾ വേണം. താൻ ഒരാള് മാത്രം വിചാരിച്ചോണ്ട് ഈ രാജ്യം നന്നാവോടോ രാജ പോരാ. താനും കൂടി വിചാരിക്കണം. പത്രോച്ച മുഖ്യമന്ത്രിയുടെ ന്യായവാദങ്ങൾ പാർട്ടിയിലുള്ളവർക്കും ദഹിച്ചിട്ടില്ലെന്ന് സ്പഷ്ടം. നാം ഇത്രയും നേരം പ്രശ്നത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് കൂലങ്കഷമായി ചിന്തിച്ചതിന്റെ വെളിച്ചത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജി അനിവാര്യമായിരിക്കും. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വൈകുന്നേരം കാണാം.